what are the different types of memory and some techniques to improve memory, which is known as mnemonics. In the കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. What is memory? Memory is the ability to encode, store and retrieve information. എപ്പോഴും പറയാറില്ലേ മെമ്മറി കുറവാണ്, പഠിക്കണമെങ്കിൽ നല്ല മെമ്മറി വേണം, എനിക്കെല്ലാം മറന്നു പോകുന്നതെന്നൊക്കെ. അപ്പോൾ മെമ്മറി എന്ന് പറയുന്നത് 3 പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഒന്ന് എൻകോഡിംഗ് ഓഫ് ഇൻഫർമേഷൻ, സ്റ്റോറിംഗ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ. 3 പ്രോസസ്സും കൂടി നടന്നാലാണ് നമുക്ക് മെമ്മറി ഉണ്ടാവുന്നത്. അപ്പോൾ എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ത്രൂ അവർ സെൻസ് ഓർഗൻസ് വി റിസീവ് ഇൻഫർമേഷൻ ഫ്രം ദി എൻവയോൺമെന്റ് ആൻഡ് എൻകോഡ് ഇൻ അവർ ബ്രെയിൻ. ചുറ്റുപാടുകളിൽ നിന്ന് ഇൻഫർമേഷൻ സ്വീകരിച്ച് നമ്മുടെ ബ്രെയിനിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻകോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻകോഡിങ്. അങ്ങനെ എൻകോഡ് ചെയ്താൽ മാത്രം പോരാ, ആ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യണം. അങ്ങനെ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ റീകോൾ ചെയ്യണം. അപ്പോൾ ആ റീകോൾ ചെയ്യാനുള്ള എബിലിറ്റിയാണ്, റിട്രീവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് മെമ്മറി. പിന്നെ മെമ്മറി പല ടൈപ്സ് ഉണ്ട്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ഇമ്പോർട്ടൻറ്റ് 3 types ഓഫ് മെമ്മറി. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് സെൻസറി മെമ്മറി? Sensory memory can store information only for a very short period of time. പറയുന്നത് less than half a second ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സെൻസറി മെമ്മറിയിൽ എന്താണ് ഉള്ളത്? സെൻസറി മെമ്മറി കൺസിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ റിസീവ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. അപ്പോൾ നമുക്കറിയാം, കറസ്പോണ്ടിങ് ടു അവർ 5 സെൻസ് ഓർഗൻസ് there will be 5 types of sensory memory. Auditory sensory memory, visual sensory memory, tactile sensory memory, olfactory sensory memory, gustatory sensory memory. 5 ടൈപ്പ്, 5 സെൻസ് ഓർഗൻ അല്ലേ. അതിൽ വിഷ്വൽ മെമ്മറി എന്ന് പറയുന്നത് ലെസ് ദാൻ ഹാഫ് എ സെക്കൻഡ് ആണ് പറയുന്നത്. ഓഡിറ്ററി മെമ്മറി പറയുന്നത് 3 to 4 seconds നിലനിൽക്കുന്നതാണ് പറയുന്നത്. പിന്നെ നമുക്ക് ടേസ്റ്റിന്റെ മെമ്മറി ഉണ്ട്, അതാണ് ഗസ്റ്റേറ്ററി, സ്മെല്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള. ഓൾഫാക്ടറി മെമ്മറി, ടാക്ടൈൽ, ടച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. Sensory memory can carry information or retain information only for a very short time. Brief time span-ലാണ്, ടൈം സ്പാനേ ഉള്ളൂ. അടുത്തതാണ് ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് ആക്റ്റീവ് മെമ്മറി. നമ്മൾ സെൻസറി മെമ്മറിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ, പരിചയമില്ലാത്ത സ്ഥലത്ത് കൂടെ പോകുമ്പോൾ കുറേ ഷോപ്പിന്റെ പേരിങ്ങനെ കാണാണ്. പക്ഷെ അത് സെൻസറി മെമ്മറിയിൽ, വിഷ്വൽ സെൻസറി മെമ്മറിയിൽ കുറച്ച് സമയമുള്ളൂ, പിന്നെ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ, ഈ വി പേ അറ്റൻഷൻ, certain information will be taken from sensory memory to short term memory. ഷോർട്ട് ടേം മെമ്മറിക്ക് ആ പേര് പോലെ തന്നെ ഷോർട്ട് ടേം മെമ്മറി ക്യാൻ റീറ്റെയിൻ ഇൻഫർമേഷൻ ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. പറയുന്നത് മാക്സിമം 30 seconds ആണ് ഷോർട്ട് ടേം മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, അത്രയും സമയം ആണ്. അപ്പോൾ നമ്മൾ അറ്റൻഷൻ കൊടുത്ത സെൻസറി മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ ആണ് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. പിന്നെ ജോർജ് മില്ലർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്, ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഷോർട്ട് ടേം മെമ്മറി ഇസ് 7 ± 2. അതുകൊണ്ട് തന്നെ മാജിക്കൽ ഓർ മാഗ്നിഫിഷ്യൻ 7 എന്നാണ് പറയുന്നത്. അത് 7 ± 2 നമ്പർ ഓഫ് ഇൻഫർമേഷൻ മാത്രമേ ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരേ സമയം സൂക്ഷിക്കാൻ പറ്റൂ. ഷോർട്ട് ടേം മെമ്മറിയിൽ പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ ഓൾഡ് ഇൻഫർമേഷൻ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഡെലീറ്റഡ്. അപ്പോൾ 7 ± 2 എന്ന് പറയുമ്പോൾ 5 to 9 അല്ലേ. 7 - 2 5, 7 + 2 9 നമുക്കറിയാം. അപ്പോൾ 5 to 9 ആണ് മാക്സിമം പീസസ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഷോർട്ട് ടേം മെമ്മറി എന്നാണ് പറയുന്നത്. ഇതിനെ ആക്റ്റീവ് മെമ്മറി എന്ന് പറയും. ഇനി ഈ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ, ഇഫ് വി പ്രാക്ടീസ്, വി പേ അറ്റൻഷൻ ഓർ റിഹേഴ്സ്, ഇറ്റ് വിൽ ബി ടേക്കൺ ടു ലോങ് ടേം മെമ്മറി. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിൽ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, റിഹേഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും, അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ. ഷോർട്ട് ടേം മെമ്മറിക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഫോൺ ചെയ്യണം, ഞാൻ ഫോൺ നമ്പർ അറിയില്ല, ഞാൻ ഒരാളോട് ചോദിച്ചാൽ ഫോൺ നമ്പർ പറഞ്ഞു, ഞാൻ ഫോൺ ചെയ്തു, പിന്നെ ഞാൻ നമ്പർ അങ്ങ് മറന്നു. ഞാനത് അറ്റൻഷൻ കൊടുത്ത് പ്രാക്ടീസ് ചെയ്താൽ നമ്പർ ഓർമ്മിക്കാം, പക്ഷെ വിളിച്ചു കഴിഞ്ഞു ഞാൻ നമ്പർ മറന്നു. കാരണം എന്താ, ആ ഇൻഫർമേഷൻ ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രമാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് മറന്നുപോയത്. ഇനി ലോങ് ടേം മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? വി ആർ ടോട്ടലി അൺഅവെയർ. നമ്മൾ അറിയില്ല ലോങ് ടേം മെമ്മറിയിൽ എന്തൊക്കെയാണെന്നുള്ളത്. ബട്ട് അറ്റ് എനി ടൈം വെൻ വി ആർ ഇൻ നീഡ് ഓഫ് സർട്ടൻ ഇൻഫർമേഷൻ, ദിസ് ഇൻഫർമേഷൻ ക്യാൻ ബി റീകോൾഡ് ഫ്രം ലോങ് ടേം മെമ്മറി. അതുകൊണ്ട് തന്നെ ലോങ് ടേം മെമ്മറിനെ റെഫറൻസ് മെമ്മറി എന്ന് പറയും. അൺകോൺഷ്യസ് ആണ്, വി ആർ നോട്ട് അവെയർ. എന്തൊക്കെയാണ് അവിടെയുള്ള ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പം എന്നെ ഏതൊക്കെ ടീച്ചേഴ്സാണ് പഠിപ്പിച്ചത്
അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്, അതൊക്കെ ലോങ് ടേം മെമ്മറിയിലുണ്ട്. പക്ഷെ എനിക്ക് അവെയർ അല്ല എന്തൊക്കെയാണ് ഉള്ളത്, പക്ഷെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ലോങ് ടേം മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ. നമ്മളെ പേര് അത് ലോങ് ടേം മെമ്മറിയിലാണ് പോകുന്നത്. അതുപോലെ നമ്മളെ പാരൻസിന്റെ, നമ്മളെ സിബ്ലിങ്സിന്റെ പേര്, നമ്മളെ വീടുള്ള സ്ഥലം, നമ്മളെ ക്ലോസ് ആയ ആളുകളെ വീടുള്ള സ്ഥലം, നമുക്ക് ബസ് ഇറങ്ങേണ്ട സ്ഥലം, ഇതൊക്കെ ലോങ് ടേം മെമ്മറിയിലാണ് പോകുന്നത്. അപ്പോൾ ലോങ് ടേം മെമ്മറി ഈസ് ഓൾമോസ്റ്റ് സെമി പെർമനന്റ് മെമ്മറിയാന്ന് പറയാം. നമ്മളെ ലൈഫ് ലോങ് ഉണ്ടാവും ലോങ് ടേം മെമ്മറി. നമ്മൾ ജീവിക്കുന്നവരെ ലോങ് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇഫ് സം ഇഞ്ചുറി occurs to our brain or if we suffer from certain brain diseases, items stored in long-term memory will not be recalled or we won't be able to recall items or information from long-term memory. അപ്പോൾ എങ്ങനെയാണ് ഓർഡറിൽ ഇൻഫർമേഷൻ പോകുന്നത്? ആദ്യം സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറി പോവും. അവിടെ നിന്ന് ആവശ്യമായ കാര്യങ്ങൾ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ, പ്രാക്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കൺ ടു ലോങ് ടേം മെമ്മറി. ഓക്കെ. Now long-term memory can be classified into explicit memory and implicit memory. Explicit മെമ്മറിയിൽ മെയിൻ ആയിട്ടുള്ളത് ഫാക്ട്സ് ആണ്. ഫാക്ട്സ്, ഇൻസിഡൻസ് ആൻഡ് ഈവൻറ്റ്സ് ആണ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റീകലക്ട് ചെയ്യുന്നത് കോൺഷ്യസ് ആയിട്ടാണ്. ബോധപൂർവമാണ് അവിടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തത്, ബോധപൂർവമാണ് നമ്മൾ റീകലക്ട് ചെയ്യുന്നത്. വി ആർ അവെയർ അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെ കോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്പ്ലിസിറ്റ് മെമ്മറി ക്യാൻ ബി അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു സെമാൻറ്റിക് മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി. സെമാൻറ്റിക് മെമ്മറി മീൻസ് അതിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? സെമാൻറ്റിക് മെമ്മറി ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഫാക്ട്സ്, in the form of facts, terms, അതേപോലെ ഈവൻറ്റ്സ് എക്സെട്ര. നമ്മൾ പഠിച്ച ഇപ്പോൾ സൈക്കോളജിയിൽ പഠിക്കുന്ന തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി നിങ്ങളെ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലാണുള്ളത്. നിങ്ങൾ റീകലക്ട് ചെയ്യുന്നത് നിങ്ങളെ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലെ സെമാൻറ്റിക് മെമ്മറിയിലാണ്. പിയാഷയുടെ 4 സ്റ്റേജസ് ബോധപൂർവം നിങ്ങൾ ഓർത്തെടുക്കുകയാണ്. അവിടെ എല്ലാം സ്റ്റോർ ചെയ്യുന്നതും കോൺഷ്യസ് ആയിട്ടാണ്, റീകലക്ട് ചെയ്യുന്നതും കോൺഷ്യസ് ആയിട്ടാണ്. അതേപോലെ വിച്ച് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ വി ആർ റീകലക്ടിങ് ഫ്രം അവർ സെമാൻറ്റിക് മെമ്മറി. അനദർ എക്സ്പ്ലിസിറ്റ് മെമ്മറി ഞാൻ പറഞ്ഞു എപ്പിസോഡിക് മെമ്മറി. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ വി ആർ കേപ്പബിൾ ഓഫ് റീകലക്ടിങ് ഇൻഫർമേഷൻ ഇൻ ഓർഡർ, ഇൻ എ സിസ്റ്റമാറ്റിക് ഓർഡർ, ഇൻ എൻ എപ്പിസോഡിക് മാനേഴ്സ്. ഒരു ലൈഫിലുള്ള എല്ലാ ഈവൻസും അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിലെ എല്ലാ ഈവൻസും എപ്പിസോഡിക്കായി സിസ്റ്റമാറ്റിക്കായി റീകലക്ട് ചെയ്യുന്ന മെമ്മറിയാണ് എപ്പിസോഡിക് മെമ്മറി. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടൂർ പോയി. അപ്പോൾ ആ ടൂർ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെല്ലാം ആ ഒരു ഓർഡറിൽ സിസ്റ്റമാറ്റിക്കായി ഓർത്തെടുക്കുന്നതാണ് എപ്പിസോഡിക് മെമ്മറി. ഇവിടെ ഫാക്ട്സും ഈവൻസും മാത്രമല്ല സിസ്റ്റമാറ്റിക്കായിട്ട് റീകലക്ട് ചെയ്യുന്ന. ഇൻ എപ്പിസോഡിക് മെമ്മറി ദ ഇമോഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദീസ് ഈവൻസ് ആർ ഓൾസോ റീകലക്റ്റഡ്. നല്ലൊരു അനുഭവമായിരുന്നു ടൂറ്. നമ്മൾ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഇന്ന സ്ഥലം കണ്ടപ്പോൾ ഇന്ന ഇമോഷൻസ് ഉണ്ടായി, നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയി, ഒരുപാട് ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. അപ്പോൾ എപ്പിസോഡിക് മെമ്മറി ഇൻവോൾവ് റീകലക്ഷൻ ഓഫ് ഇൻഫർമേഷൻ in the form of an episode or events in the form of an episode plus emotions associated with. Another type of long-term memory is implicit memory. Implicit memory is also known as procedural memory. Explicit memory ക്ക് വേറൊരു പേരുണ്ട് ഡിക്ലറേറ്റീവ് മെമ്മറി. അപ്പോൾ ഈ പേരിൽ തന്നെ അറിയാം പ്രൊസീജറൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഹിയർ വി റീകോൾ ഇൻഫർമേഷൻ ഇൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനർ, ജസ്റ്റ് ലൈക്ക് എ പ്രൊസീജിയർ. നമ്മളിപ്പോൾ ഓരോന്നും ചെയ്യുന്നതിനാണല്ലോ പ്രൊസീജിയർ എന്ന് പറയാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന മെമ്മറിയാണ് ഇംപ്ലിസിറ്റ് മെമ്മറി. ഇതൊരു അൺകോൺഷ്യസ് മെമ്മറിയാണ്. വി ആർ നോട്ട് അവെയർ how information is stored. We are not aware how information is recalled. Example for implicit memory is driving a car, motorbike, whatever it is an implicit memory. നമ്മൾ പ്രാക്ടീസിൽ കൂടെ നമ്മൾ അറിയാതെ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആയി നമ്മൾ കാർ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ അറിയാതെ ആ ഇൻഫർമേഷനെ റീകോൾ ചെയ്യാണ്. ഡാൻസിങ്. അപ്പോൾ പ്രൊസീജറൽ മെമ്മറി ഇൻവോൾവ്സ് recollection of procedure in a step by step manner in an unconscious manner. അതുകൊണ്ട് തന്നെയാണ് ഇത് അൺകോൺഷ്യസ് ആണ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ മെമ്മറി മെയിൻലി ഇൻവോൾവ്സ് ആക്ഷൻസ് ആൻഡ് മൂവ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് മോട്ടോർ കോർഡിനേഷൻ. ഇത്രയാണ് ഇംപ്ലിസിറ്റ് മെമ്മറിനെ കുറിച്ച് പറയുന്നത്. There are techniques to improve our memory or make memorizing an easy process. അതിനാണ് mnemonics എന്ന് പറയുക. അപ്പോൾ mnemonics are techniques used to improve our memory or
make memorizing an easy process. കുറച്ച് ന്യൂമോണിക്സ് പറയാം. ഒന്ന് ചങ്കിങ്. ചങ്കിങ് is breaking down pieces of information into small units, small pieces. ഒരു ഇൻഫർമേഷനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി ആകുമ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ ഒറ്റയടിക്ക് ഓർക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും. അതിനാണ് ചങ്കിങ് എന്ന് പറയുക. ഇപ്പോൾ ഒരു ഫോൺ നമ്പർ ഓർമ്മിക്കണമെങ്കിൽ ആ ഫോൺ നമ്പർ ഒറ്റയടിക്ക് ഓർമ്മിക്കുന്നതിന് പകരം ആ ഫോൺ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫോൺ നമ്പർ പഠിക്കുക. പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. അതാണ് ചങ്കിങ് എന്ന് പറയുന്നത്. Another is mnemonic, acronym mnemonic. അതായത് എക്രോണിം എന്ന് പറഞ്ഞാൽ കുറേ വേർഡ്സിലെ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് ഒരു വേർഡ് ഉണ്ടാക്കുന്നതിനാണ് എക്രോണിം എന്ന് പറയാം. എക്രോണിം ന്യൂമോണിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മിക്കാൻ വിഷമുള്ള ഇക്വേഷൻസോ ഫോർമുലയോ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അതിലെല്ലാം ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് ഒരു വേർഡ് ഉണ്ടാക്കുക. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മളെ മഴവില്ലിൻ്റെ കളർ പഠിപ്പിച്ചത് വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ടാണ്. വയലറ്റ് ടു റെഡ്, വി ആർ കേപ്പബിൾ ഓഫ് റിമെമ്പറിങ് ഇൻ ഓർഡർ. വിബ്ജിയോർ, 7 കളേഴ്സ് ഓഫ് ദ റെയിൻബോ. അതൊരു എക്രോണിം ന്യൂമോണിക് ആണ്, നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒന്നാണ് മ്യൂസിക്. നമുക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻസും ഫോർമുലയും ഒരു പാട്ടിൻ്റെ രൂപത്തിൽ പഠിക്കുക. പിന്നെ നമുക്ക് വേഗം പഠിക്കാൻ പറ്റും. പിന്നെ ഒന്ന് റിഹേഴ്സൽ. നമുക്കറിയാം കണ്ടിന്യൂസ് പ്രാക്ടീസ് നമുക്ക് ഓർത്തെടുക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് എന്താണോ ഓർമ്മിക്കേണ്ടത് പഠിക്കേണ്ടത് അത് കണ്ടിന്യൂസ് ആയിട്ട് റിഹേഴ്സ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ റിഹേഴ്സൽ. അസോസിയേഷൻ ആൻഡ് കണക്ഷൻ, അത് ന്യൂമോണിക്സ് ആണ്. രണ്ടും ഏകദേശം ഒരേപോലെയാണ്. പിന്നെ അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കേണ്ട കാര്യം അതേപോലെ ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നുമായിട്ട് കണക്ട് ചെയ്യാം, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്ക് ഒരാളെ ബർത്ത്ഡേ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ബർത്ത്ഡേ പറഞ്ഞു, പക്ഷെ ആ ഡേറ്റ് നമ്മൾ മറന്നു. അപ്പോൾ അത് ഓർമ്മിക്കാൻ വേണ്ടി ആ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് അയാളെ ബർത്ത്ഡേ ഓർമ്മയുണ്ടാവും. കണക്ട് ചെയ്യാണ് ഞാൻ. ആ കസിൻ്റെ ബർത്ത്ഡേ 24th, അപ്പോൾ ഇയാളെ പിറ്റേ ദിവസം അപ്പോൾ 25th. ഇതൊക്കെയാണ് ചില ന്യൂമോണിക്സ്.